കാടിളക്കിയ പ്രചരണത്തിനൊടുവിൽ നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശമാണ്. നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം. നഗരത്തിലെ സ്ഥലങ്ങൾ മുന്നണികൾക്കായി പോലീസ് വേർതിരിച്ചു നൽകിയിട്ടുണ്ട്. നിലമ്പൂർ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 7 ഡിവൈഎസ്പിമാർ, 21 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ മൊത്തം 773 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ ചൂട് എത്രത്തോളം ഉണ്ടാകും, ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകർക്കറിയാം. പരസ്യ പ്രചരണം വൈകിട്ട് 6 മണിയോടെ അവസാനിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി BS രഞ്ജിത്ത്, R റോഷിപാൽ, സാനിയ മനോമി, അർജുൻ മട്ടന്നൂർ, ദീപക് മലയമ്മ, അഷ്കർ അലി കരിമ്പ, മുബഷിർ പി അക്ബർ എന്നിവർ ചേരും. ആദ്യം നമുക്ക് റോഷിപാലിലേക്ക് പോകാം. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, എല്ലാവർക്കും, നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല തണുത്ത പ്രഭാതത്തിൽ ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ചൂടിലേക്കാണ് നിലമ്പൂർ ഇറങ്ങാൻ പോകുന്നത്. 773 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ കൊട്ടിക്കലാശത്തിന്റെ ചൂടും ആവേശവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. എന്തായാലും അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകം സ്ഥലങ്ങളിലാണ് ഈ കൊട്ടിക്കലാശത്തിന് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. UDF ക്യാമ്പ് എങ്ങനെയാണ് ഇന്നത്തെ അവസാന പരസ്യ പ്രചരണ ദിനം നിശ്ചയിച്ചിരിക്കുന്നത്? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇപ്പോഴും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർമേഘം മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. മഴയുണ്ടാകും എന്ന സൂചനയുണ്ട്. എന്നാൽ പോലും എല്ലാം അവഗണിച്ച് വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. UDFനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിലാണ് അതിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചത്. കാരണം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കിയാണ് അവസാന ഘട്ടത്തിൽ UDF പ്രചാരണം സജീവമാക്കിയത്. ഇപ്പോൾ രാവിലെ 11 മണിക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ഈ കൊട്ടിക്കലാശം തുടങ്ങും. അത് വഴിക്കടവിലാണ് തുടക്കമിടുന്നത്. അതിന് പിന്നാലെ നിലമ്പൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 4 മണിയോടെ നിലമ്പൂർ ആശുപത്രി ജംഗ്ഷൻ പരിസരത്തേക്ക് UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എത്തും. അവിടെ പ്രവർത്തകർ നേരത്തെ എത്തുന്നുണ്ട്. എടക്കരയിലും വഴിക്കടവിലും അടക്കം സമാനമായ രീതിയിൽ കൊട്ടിക്കലാശം UDFും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങൾ ചോദിച്ചു. മുഖ്യമന്ത്രി നിലമ്പൂർ വിടുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. സമാനമായ വിഷയങ്ങൾ തന്നെ ഇന്നും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് UDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നായിരുന്നു UDFന്റെ ആദ്യം മുതലുള്ള ലക്ഷ്യം. പക്ഷേ നിരവധി വിവാദങ്ങൾ വന്നതോടെ ആ വിവാദങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് മുന്നോട്ടു പോകേണ്ട സാഹചര്യമായിരുന്നു UDF സ്ഥാനാർത്ഥിക്കും UDF നേതൃത്വത്തിനും. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഈ പ്രധാനമായും ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ഒട്ടേറെ വിവാദങ്ങൾ വന്നെങ്കിൽ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണമടക്കം സാമൂഹ്യക്ഷേമ പെൻഷനും മുടങ്ങിക്കിടക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിലുള്ളത്. താങ്ക് യു റോഷി.